നമസ്കാരം. പെരികവന ശ്രീനാഥ് നമ്പൂതിരി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിത്തിര അവസാന ഭാഗം, ചോതി, വിശാഖം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് തുലാവക്കൂറുകാരുടെ അഷ്ടമരാശിയിലേക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് അഥവാ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ ഒരു കാർത്തിക നക്ഷത്രം രോഹിണി മകീരത്തിലേക്ക് സഞ്ചരിച്ച ഈ ഒരു വ്യാഴം ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു രാശിയാണ്. കാര്യം ഷഷ്ടം ദ്വാദശമഷ്ടമം ജമുനയോ ഭാവാൻ അനിഷ്ടാൻ വിദു എന്നാണ്. മുഖ്യമായി സർവീശ്വരകാരകൻ്റെ അനർത്ഥങ്ങളെല്ലാം മറിച്ച് ആ ഒരു രാശിയുടെ ഒരു പൊതുഫലമാണ്. അഷ്ടമരാശി എന്നുള്ളത് മരണഹരണ ജായാലോകന അഭ്യസ്തനാശ്ച, ഈ മരണാദി വിഷയങ്ങളെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒക്കെ വളരെയധികം വിശകലനം ചെയ്യുന്ന, ചിന്തിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ദൃഷ്ടി പോലും ചെറിയൊരു അംശമായിട്ടുള്ള ഒരു അംശകാലുള്ള ഫലം കൂടി വളരെയധികം ഫലവത്തായിട്ടുള്ളതാണ് ഈ അഷ്ടമം, 6-ാം ഭാവം, അതോടൊപ്പം തന്നെ 3-ാം ഭാവം, 12-ാം ഭാവം ഒക്കെ വളരെയധികം ഗൗരവമായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഈ കണ്ടകശനിയുടെ ഒരു ദോഷവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എങ്കിൽ തന്നെയും അനവധി വിഷയങ്ങൾക്ക് ഒരു നിവൃത്തി, ഒരു മുക്തി വരുന്നതായിട്ട് കാണാം. ഒരു അസുഖങ്ങൾ ഉണ്ടായതൊക്കെ ഒരു മാറിയിട്ട് അസുഖങ്ങൾക്കൊക്കെ ഒരു റിലീഫ് കിട്ടുന്നതും അല്ലെങ്കിൽ വലിയൊരു കടമ്പ കടന്നു വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിരിക്കെ തന്നെയും അല്പസ്വല്പം ഒരു ബുദ്ധിമുട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശേഷിച്ച് ഈ വ്യാഴപ്രസാദം ആണ് സർവേശ്വരകാരകൻ്റെ ഒരു ഈശ്വരാധീനം നല്ലതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് അവനവൻ്റെ കർമ്മങ്ങളെ നല്ലതുപോലെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുക. ദൈവീക കർമ്മങ്ങളിൽ ഏർപ്പെടുക, മനസ്സിനെ നല്ലതുപോലെ ആ ശക്തിയുമായി ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ നമുക്ക് കരസ്ഥമാവുക. അങ്ങനെയെങ്കിൽ തുലാവക്കൂറിൽ പെട്ടിട്ടുള്ളവർ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 8-ാം ഭാവത്തിലേക്കുള്ള ഈ ഒരു സർവേശ്വരകാരകൻ്റെ സ്ഥിതി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ 50 വയസ്സ് 70 വയസ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യത്തിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് വന്നേക്കാം. ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ, അതോടൊപ്പം തന്നെ വീഴ്ചകളും അപകടങ്ങളുമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. വെറുതെ ഒരു അകാരണമായിട്ടുള്ള വീഴ്ചകൾക്കൊക്കെ വളരെയധികം, പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരാണല്ലോ അശ്രദ്ധ വരിക, അവർക്കാണ് ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവുക പ്രായമാകുമ്പോൾ. അങ്ങനെയുള്ളവരൊന്ന് വളരെയധികം അവരെ നോക്കുന്നവരും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വരണം. അങ്ങനെയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ തുലാവക്കൂറുകാരുടെ വിദ്യാഭ്യാസ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പരിശ്രമത്തോടുകൂടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. വിദേശ വിവാഹ വിഷയങ്ങളെ ചിന്തിക്കുന്ന 7-ാമത്തെ ഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തോടു കൂടിയിട്ട് ആ ഒരു വിഷമങ്ങൾ മാറും. വിദേശ വിഷയങ്ങളിൽ തടസ്സമുള്ളവരെ സംബന്ധിച്ചും വിവാഹ ക്ലേശങ്ങളുള്ളവർക്കും ദാമ്പത്യ അസ്വാരസ്യങ്ങളൊക്കെ ഈ ഒരു മാസകാലഘട്ട ആരംഭത്തിൽ അത്ര ഒരു അനുകൂലമല്ല. അങ്ങനെയെങ്കിൽ ആ ഒരു സഞ്ചാരം അവിടെ മാറി ബുധൻ്റെ ആ ഒരു സ്ഥിതി വരുമ്പോൾ 7-ാം ഭാവത്തിൽ ബുധൻ്റെ ഒരു ആഗമനവും അതോടൊപ്പം ശുക്രൻ്റെ ഒക്കെ ഒരു സഞ്ചാരം വരുന്നതുകൊണ്ട് ഈ വർഷം പൊതുവെ അത്ര ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ടുന്ന ആവശ്യങ്ങളൊന്നുമില്ല. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക വളരെ വളരെ ഗൗരവമായിട്ടുള്ള വിശേഷപ്പെട്ടതാണ്. അനവധി ആൾക്കാർ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം കൂടി ഒരാൾ വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ, നീരാഞ്ജനം തിരുമേനി പറഞ്ഞതിന് ശേഷം നിത്യം വീട്ടിൽ വെച്ചിട്ട് ആ കുട്ടി ഉണ്ടാക്കിയിട്ട് ആ നീരാഞ്ജനം കഴിച്ച് അതിനുശേഷം വേറൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ പൂർണ്ണതയാണ് അവിടെയൊക്കെ. മറ്റിപ്പോൾ ആ കാലഘട്ടത്തിൽ നീരാഞ്ജന ക്ഷേത്രത്തിൽ വെച്ചിട്ടും ഫലം കിട്ടാത്ത ആൾക്കാരുണ്ട്. അതിപ്പം വിഷമിച്ചിട്ട് കാര്യമില്ല. കാര്യം മനസ്സ് നമ്മൾക്ക് ആത്മാസംപ്രസീദതി എന്നാണ്. നമ്മുടെ മനസ്സിൽ ഒരു തൃപ്തി വരാനുണ്ട്. അവിടെ നമ്മുടെ വഴിപാടുകളൊക്കെ അത് അവിടം വരെയുള്ളൂ. ആ തൃപ്തി വന്നാൽ പിന്നെ അവിടെ വഴിപാടിൻ്റെ ആവശ്യമോ ഈശ്വരൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം അതാണ് ശരിയായിട്ടുള്ള നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മേന്മ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ആ ഒരു ശ്രദ്ധാഭക്തിയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഐശ്വര്യവും നന്മയും കൊണ്ടുവരുന്നതാവട്ടെ ഈ ഒരു വർഷം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും. അവർക്കൊക്കെ വീണ്ടും 100 കോടി സന്തോഷം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.